CPM ഏരിയ സെക്രട്ടറി PB രതീഷ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രതീഷ്, തുടക്കം മുതൽ നിങ്ങൾ പറഞ്ഞ വിഷയമുണ്ട്, അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് CPM-ന്റെ ഓഫീസിനകത്ത് നടന്ന ദൃശ്യമാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ ഈ പാർട്ടിയെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് പുറത്തുവിടാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണോ? ഇത് പിറ്റേ ദിവസം തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങളാണ്. ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇത് കാണാതിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് പിറ്റേ ദിവസം തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങളാണ്. പക്ഷെ ഇതിന് പ്രാധാന്യം കൊടുക്കാൻ, ഇതിന്റെ വസ്തുതാപരമായി ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അന്ന് സന്നദ്ധമായിരുന്നില്ല എന്ന് വളരെ ഖേദത്തോടെ തന്നെ ആ പ്രതിഷേധം പറയുകയാണ്. അപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് നിങ്ങൾ അകത്ത് പറയുന്നത്, കേൾക്കുന്നത്. ഇതിനകത്ത് കാര്യങ്ങൾ എന്താണ് നടന്നത്, ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിരുന്നല്ലോ. അതായത് ഈ ദൃശ്യങ്ങളിൽ കലാരാജു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കലാരാജുവിനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും 100% തെറ്റാണെന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല, ആരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയതെന്നും ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത്. രാവിലെ കലാരാജു വരുമ്പോൾ ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങളോടൊപ്പം വാഹനത്തിൽ കയറി പോന്നു. അതിനെ കോൺഗ്രസുകാർ തടഞ്ഞതാണ് അവിടെ സംഘർഷം ഉണ്ടായത്. അതിനുശേഷം കലാരാജു ഓഫീസിൽ വരുന്നു. ഓഫീസിലെ ആളുകളോട് വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നു. അതിനിടയിലാണ് ഈ സംസാരം ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പോ ഇത് പക്ഷെ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നതും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇതാണ് ഇതിലെ വസ്തുത. ഈ വസ്തുത അതിന്റെ പിറ്റേ ദിവസം തന്നെ പുറത്തു വന്നതാണ്. അത് അല്പം വൈകിയാണെങ്കിൽ കൂടിയും മാധ്യമങ്ങൾ അത് ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. രഹസ്യമൊഴി കൊടുക്കൂ എന്നുകൂടെ വെല്ലുവിളിക്കുകയായിരുന്നല്ലോ താങ്കൾ അടക്കമുള്ളവരെല്ലാം അവരോട്. അതായത് അങ്ങനെ ഒരു രഹസ്യമൊഴി കൊടുക്കുന്നതിലേക്ക് അവർ കടക്കുകയില്ല എന്നൊരു ആത്മവിശ്വാസം CPM-ന് ഉണ്ടായിരുന്നത് ഈ ദൃശ്യം കയ്യിലിരിക്കുന്നത് കൊണ്ടുകൂടിയായിരുന്നു അല്ലേ? അതെ അതെ ഇതുപോലെ ഇവിടെ വന്ന ഓരോ സമയത്തും നടന്ന ഓരോ കാര്യങ്ങളും അത് വളരെ സുതാര്യമാണ്. ഇവിടെ വളരെ മര്യാദപൂർവ്വമാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. അവരും തിരിച്ചാണ് പെരുമാറിയിട്ടുള്ളത്. വളരെ തുറന്ന സംസാരം ആളുകൾ തമ്മിൽ ഇവിടെ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഇപ്പോഴും അവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോഴും മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും അവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അവരിപ്പോൾ അവരുടെ സംഘത്തിന്റെ നടുവിലാണ്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യാന്ത്രികമായി കലാരാജു സംസാരിക്കുകയാണ്. കലാരാജു ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അവരുടെ ബോധ്യത്തിലുള്ളതോ അവർ ആത്മാർത്ഥമായി സംസാരിക്കുന്നതല്ല. ഒറ്റ സെക്കൻഡ് ശ്രീ PB രതീഷ്,